ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ വന്നിരിക്കുന്നു സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. അപ്പോൾ ഗൈസ് ഇച്ചിരി നേരം കളിച്ച് ഗ്രൈൻഡ് ഒക്കെ ചെയ്ത് ഗൈസ് ഓഫ്ലൈനിൽ ഇരുന്ന് നമ്മളിത് ഇവിടെ ഒരു റാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഫുൾ സാധനം വെച്ച് പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ്റെ 1000 രൂപ ഉണ്ടായിരുന്നതാണ്. ഞാൻ 2000 അടിക്കാറായത്. ഞാൻ ഇവിടെ ഒരു സ്റ്റോറേജ് ഒന്ന് ഓപ്പൺ ആക്കി. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് വാങ്ങി, ഇതൊക്കെ വാങ്ങി. ഓക്കെ ഇതാണിപ്പോൾ നമ്മുടെ സ്റ്റോറേജ്. നമ്മൾ പിന്നെ കുറേ എഗ്ഗൊക്കെ തീർന്നിട്ടുണ്ട്. ഇവിടെ എഗ്ഗൊക്കെ തീർന്നിരിക്കുകയാണ്. ഞാൻ എഗ്ഗൊക്കെ പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ലൈസൻസ് ചെയ്യാൻ വാങ്ങി. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ സാധനം ഇതും കൂടെ വെക്കാൻ കഴിച്ചു. വെറുതെ എന്തിനാ. ഓക്കെ ഇനി 4 ഐറ്റം ഉണ്ട്. നമുക്ക് സ്റ്റോറേജിൽ കൊണ്ടിടാം. ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. സെറ്റാണ്. നമുക്കിവിടെ റാക്കൊക്കെ വാങ്ങിച്ച് വെക്കാം. ചീസ് ഇതൊക്കെ ഇതിന് സ്ഥലമില്ല ഐസ്. നമുക്കപ്പോൾ ഇനി കുറച്ച് റാക്കൊക്കെ ഓർഡർ ചെയ്യണം. നമ്മുടെ ഷോപ്പ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഇനി ഞാൻ ഡെലിവറി ചെയ്യാൻ ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് സീനില്ല. കിടക്ക് നമുക്ക് പിന്നെ ഇവിടെ കടയിൽ കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്. ഇതേ ഒരു ആട് വന്നതാണ്, അത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റും. കാരണം ഞാൻ ലൈസൻസ് വാങ്ങി. ലൈസൻസ് ഇതിനിടയ്ക്ക് ഇങ്ങനെ വെട്ടുന്നു, ഗ്ലിച്ചടിക്കുന്നേ. ഇവിടെ ഇടാൻ പറ്റത്തില്ലേ, ഇങ്ങോട്ടിട്ടോ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്റ്റോർ ലെവൽ 99ആണ്. ടു എക്സ്പെൻസീവ് ആണോ? വേണമെങ്കിൽ വാങ്ങിക്കുക ചേച്ചി. നമുക്കിപ്പോൾ നല്ല പൈസ ഒറ്റയടി നമ്മുടെ ക്യാഷർ. ഇതിനാ ടൈം കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് പോവരുത് ക്യാഷർ. പിന്നെ വെച്ച് നമുക്ക് ഒരുപാട് പണിയുള്ളതാണ്. മാനേജിൽ നമ്മൾ എങ്ങനെയാണ് ക്യാഷറിന് ഇതെങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നത്? ഓക്കെ ഡെക്കറല്ല, ബാങ്കിൽ ഫ്രീ. വാർഡ് കണ്ടെടുക്കണ്ട. കാശ് നമുക്കല്ലാതെ ഒറിജിനൽ കാശാണോ അതോ ലോണൊക്കെ എടുക്കാമെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ സ്റ്റോർ അപ്ഗ്രേഡ് ഉണ്ടല്ലോ, അത് നോക്കാം. മാനേജിൽ ഗ്രോത്ത് കണ്ടോ, ഗ്രോത്തിൽ നമുക്കൊരു ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഗൈസ് ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് സ്പീഡപ്പ് ആക്കാം. വന്നു ഒരു ബിഗ് ഷെൽഫ് ഞാൻ വാങ്ങി. ആട് കേസ് ഇത് നമുക്ക് ഇങ്ങോട്ട് വെക്കണം. അയ്യോ അടുത്ത ദിവസം കേസ് നമ്മൾ അടുത്ത ദിവസം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വെക്കാം. നമ്മളൊരു സ്റ്റോറേജ് ബോക്സും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഈ ചേട്ടൊക്കെ സാധനം വാങ്ങിച്ചിടുവാണ്. $8 ആരാ സാധനം വാങ്ങിക്കുന്നത്? കുഴപ്പമില്ല, നമുക്ക് പൈസ ഇട്ടാൽ മതിയല്ലോ. ടൊമാറ്റോ ചീസ് ടു എക്സ്പെൻസീവ്. എൻ്റെ പൊന്നി ചേച്ചി അതിനൊക്കെ അത്ര വിലയാ. നമ്മളെപ്പോഴും നിറച്ച് വെക്കണം. അവിടെ പോകും. ഇനി ഈ നെയിം ഓയിൽ നമുക്കെല്ലാം വെക്കണം. നമ്മൾ പുതിയ സ്റ്റോറേജ് ഏരിയ വരെ തുടങ്ങി. ഇതെന്നാ ഇല്ലാത്ത എന്തോ ഇല്ല. അത് നമുക്ക് വാങ്ങാം. അതിൻ്റെ ഇരിപ്പുണ്ടെന്നാ തോന്നുന്നത്. ഇവിടെ പ്ലേസ് ചെയ്തേ. ഡിസ്പ്ലേ ഫുള്ള് ഇപ്പുറത്ത് വെക്കണം. നമുക്ക് പിന്നെ കുറേ സ്ഥലമുണ്ട്, സീനൊന്നുമില്ല. ഇവിടെ അടുത്ത ആ സാധനം പീനട്ട് ബട്ടർ. നമുക്ക് പിന്നെ പീനട്ട് ബട്ടർ വെക്കണം. ഇത് അത്യാവശ്യം പൈസ കിട്ടുന്ന സാധനമാണ്, അതുകൊണ്ട് വെക്കാം. ഇത് നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം. നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ അപ്പോൾ എങ്ങോട്ടാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതെന്നാണോ എല്ലാവരും സ്റ്റക്കടിച്ച് സ്റ്റക്കടിക്കുന്നത്? എങ്ങനെ ഒരു സ്റ്റക്കടിച്ചാൽ ഇത് നമുക്ക് പീനട്ട് ബട്ടർ ഇവിടെ വെക്കാം. കണ്ടോ, ഇതിന് 7 രൂപ. അപ്പോൾ നമുക്കൊരു 9 രൂപയ്ക്ക് കൊടുക്കാം. കാരണം ചേട്ടനൊക്കെ എത്ര വേണം? ചേട്ടാ വാങ്ങ കേട്ടോ, ചുമ്മാ നടന്ന് കളിക്കാതെ. ഇതെടുത്ത് ഇങ്ങോട്ടിട്ടെ. ഇവിടുന്ന് കറക്റ്റായിട്ട് വരും. ഇനി എന്നാ പൈസ വേണ്ടേ? കുറേ സാധനം ഇനി നമുക്ക് വെക്കാമല്ലോ. നമ്മുടെ ഇപ്പോൾ സ്ഥലമുണ്ട്, സ്റ്റോറേജ് സ്ഥലമുണ്ട്. ടീ ബ്ലാക്ക് ഇത് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. ഇതല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്, ഇത് വേറെയാ. തന്നെ എങ്ങനെ ഫുൾ ഡാർക്ക് അടിച്ചേ. ഇവിടേക്ക് ഇതിൻ്റെ മാർക്ക് പ്രൈസ് 6. അപ്പോൾ നമുക്കൊരു 9 രൂപയ്ക്ക് കൊടുക്കണം. എന്നാലേ നമുക്ക് 8 രൂപ എന്നാലേ നമുക്ക് ലാഭമുള്ളൂ. ഇതെവിടെ വെക്ക്.
ഓക്കെ, ഇത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ക്യാഷർ 5 ദിവസത്തേക്ക് വേണ്ട. ക്യാഷർ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഈ നമ്മുടെ ക്യാഷറില്ല. 150 രൂപ ക്യാഷറിനെ വെച്ചേക്കാം. നമുക്ക് ക്യാഷറില്ല. ക്യാഷർ പോകുമ്പോൾ ക്യാഷർ വരും ഗൈസ്. അത് നല്ല കാര്യമാണ്. അടുത്ത ഇതിൽ പകുതി ആടാ, അതുകൊണ്ട് ഇനി മിക്കറേക്ക് നിർത്തും. എഗ്ഗ് അവിടെ ഉണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത്. നോക്കട്ടെ. എഗ്ഗ് ആൾക്കാർ വാങ്ങി. ടു എക്സ്പെൻസീവ് ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും വാങ്ങും. ആൾക്കാർക്ക് നമ്മളോട് സ്നേഹമൊക്കെ വേണം. എന്തായാലും എത്ര രൂപയാണെങ്കിലും വാങ്ങും. അതവിടെ ഇരിക്കട്ടെ. എഗ്ഗിനൊക്കെ എന്നാ വിലയെന്നറിയാമോ? നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല വിലയാണ്. ആ വിലക്കാണ് ഞാനത്. ഗൈസ്, ആടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ആട്? ചീസ് അവിടെ ഉണ്ടോ? നമുക്കൊരു സ്റ്റോക്കറിനെ വെക്കണം. അടുത്ത ദിവസമായി. ചീസൊക്കെ തീർന്നു കേട്ടോ. പ്ലീസ് കരോ. ചീസൊക്കെ വേണം. ചീസൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഷോപ്പ് വെച്ചേക്കുന്നത്? നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഫ്രിഡ്ജേ വാങ്ങിയിട്ടുള്ളൂ. ഫ്രിഡ്ജ് നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. പാസ്ത ഉണ്ട്. പാസ്ത കൊടുക്കാം. നമുക്ക് നമ്മൾ പുതിയ ഷെൽഫൊക്കെ വാങ്ങിച്ചല്ലോ, എന്തിനെ പേടിക്കണം? ഇവിടെ വെക്കാം. മൊത്തം വെച്ചപ്പോൾ തന്നെ തീർന്നല്ലോ. സാധനമൊക്കെ ഓർഡർ ചെയ്യണം ഗൈസ്. എക്സ്പാൻഡ് ചെയ്യണം. അതിന് എത്ര ആൾക്കാരൊന്നും അങ്ങനെ വരുന്നില്ല ഗൈസ്. നമ്മുടെ എഗ്ഗിനൊക്കെ കണ്ടോ, ചുമ്മാ ആൾക്കാർ ഇറങ്ങിപ്പോൾ. എഗ്ഗിൻ്റെ 7 രൂപ, 9 രൂപ, ഒരു 8 രൂപ ഇടാം. 1 രൂപ മതി ഇപ്പോൾ ലാഭം. പോട്ടെ, കുഴപ്പമില്ല. ഞാൻ 8 രൂപ ഇട്ടിട്ടുണ്ട്. തുക്കനാവ് ഇതാന്ന് തോന്നുന്നല്ലേ? ഏതാ തുക്കനാവ് ഇതാന്ന് തോന്നുന്നു. പിന്നെ എത്ര ചേട്ടാ ഇതിനൊക്കെ കാര്യമില്ല. നമുക്ക് ലാഭം വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഒന്നും മാറ്റത്തില്ല. വേണ്ടവർ നമുക്ക് സാധനം വേണം. സാധനം കൊണ്ടിട്ടേ. ഇനി സ്റ്റോറേജ് ഏരിയക്ക് നമുക്കിപ്പോൾ എത്ര രൂപയായി? $10 ആൾക്കാർ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ ലാഭം. അതുകൊണ്ട് ഞാൻ പൈസ കൂട്ടിയിടും. കൗണ്ട് നമുക്ക് ഇച്ചിരി സാധനം ഓർഡർ ചെയ്യണം. സാധനം കുറവുണ്ട്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തീർന്നുണ്ടോ? ഒരു ഐറ്റം ഉണ്ട്. ഒരു ഐറ്റത്തിനൊന്നും നമ്മൾ പിശുക്ക് കാണിക്കണ്ട. ഓക്കെ. അപ്പോൾ കഴിച്ചേ പിന്നെ നമ്മൾ നമ്മുടെ ഇത്. അപ്പോൾ നമുക്കൊരു 900 രൂപയാക്കണം. ഓക്കെ. അതിനിപ്പോൾ രാത്രിയാണ്. ഇനി രാവിലെ ആവാതെ ആൾക്കാർ വരത്തും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കഴിച്ചേ നമ്മൾ പിന്നെ എത്തിയിട്ടുണ്ട്. നമ്മളെ 900 ആവാതെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 1000 ആണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ. നമ്മൾ 10 ലെവലായി. നമുക്ക് എന്തൊക്കെ സാധനം കിട്ടി. നമുക്ക് ഒറ്റയടി. ഇത് കോക്കനട്ട് ചീസ് ഭയങ്കര എക്സ്പെൻസീവ് ആണോ? ഞാൻ എത്രയാണ് ഈ സൈഡിൽ ഇട്ടേക്കുന്നത്? ഓപ്പൺ. ചേട്ടാ വാങ്ങി അവസാനം. സെറ്റ് പ്രൈസ് അതിന് 7 രൂപ. 8 രൂപയോ? അതിൽ കൂടുതലിടേണ്ട ഞാനാ. എന്നിട്ട് എനിക്ക് നഷ്ടത്തെ അവർക്ക് കൊണ്ടുപോയിക്കോട്ടെ. നമ്മുടെ സാധനം എല്ലാം തീർന്നു തുടങ്ങി. നമുക്ക് എല്ലാം ഓർഡർ ചെയ്ത് തുടങ്ങിയാലോ? എന്നിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നോണ്ടാണ് ഞാൻ ഈ 16 രൂപയ്ക്കൊക്കെ സാധനം. എന്തോ പിന്നെ ഈ പരസ്യം കാരണമായിരിക്കും മിക്കവാറും ഈ ഗെയിം പൂട്ടാൻ പോകുന്നത്. ചേച്ചി എഗ്ഗൊക്കെ മൊത്തം തീർന്നു. ചീസും എഗ്ഗൊക്കെ തീർന്ന് നമുക്ക് എഗ്ഗൊക്കെ വാങ്ങണം. ഇന്നത്തെ ദിവസം കയ്യാറായെന്ന് തോന്നുന്നു ഗൈസ്. ഡേ 9 ആവാൻ പോകുകയാണ് സുഹൃത്തുക്കളെ. എടാ ഇച്ചിരിയും കൂടെ വാങ്ങ്. ചുമ്മാതെ ഒന്നൊക്കെ വാങ്ങും. 10 രൂപയ്ക്കുള്ള സാധനം വാങ്ങി. ഇങ്ങനെയാണെങ്കിൽ എന്നത്താണ്? അപ്പോൾ ഗൈസ് നമ്മുടെ പൈസ 235 ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാം. ആഡ് വരുന്നു. ഓക്കെ ഗൈസ്, പിന്നെ ആഡ് പോയിട്ടുണ്ട്. കുറച്ച് സാധനം ഓർഡർ ചെയ്യാം. അതിന് നമുക്കൊന്ന് പൈസ ആയിട്ട് വേണം അതിന് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ സീനില്ല. ഓർഡർ ചെയ്തിട്ട് നമുക്ക് പിന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആവശ്യം വരുമല്ലോ. ഓർഡർ ചെയ്യുമ്പോൾ പിന്നെ എക്സ്പാൻഡ് ചെയ്യണ്ടേ? അതുകൊണ്ടാണ് റീസെൻറ്റ് വേണ്ട. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ആഡ്
പൈസ നമ്മുടെ 695. ഞാൻ എന്തെങ്കിലും വാങ്ങിയോ? ഓ നമ്മുടെ ഇവൻ കൊണ്ടു ആ കുഴപ്പമില്ല. നമുക്ക് ഇതൊന്ന് വാങ്ങാം, ഇതൊന്നുകൂടെ വാങ്ങാം. ഇത് രണ്ടിരിക്കട്ടെ, ഇത് രണ്ടിരിക്കട്ടെ. അപ്പോൾ തന്നെ 54. ഇത് രണ്ടിരിക്കട്ടെ. 119 ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഗ്ഗ് ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് പീനട്ട് ബട്ടർ ഒന്ന് വെക്കാം, ഇതൊന്ന് വെക്കാം. പിന്നെ നമുക്ക് എന്തായാലും വാങ്ങിക്കേണ്ട ഫർണിച്ചറിൽ ഒരു ഇത് വാങ്ങിക്കണം. 400 വേണ്ട, നമുക്കന്ന് 200 രൂപയ്ക്കാണ് സാധനം വാങ്ങാം. 200 രൂപയ്ക്ക് ആൾക്കാർ വാങ്ങിക്കുന്നത് എഗ്ഗ് വാങ്ങി, ചീസ് വാങ്ങും, ബോട്ടിൽ വാങ്ങും. ഒരു ബോട്ടിലും കൂടി ഇടണ്ട, 10 രൂപയ്ക്കുള്ള സാധനം ഇത് വാങ്ങാം. നമ്മൾ ഇതന്നെ ക്ലീൻ ദ സ്റ്റോർ. ഇനി ക്ലീനും കൂടെ ചെയ്യണം. ഇതും കൂടെ വാങ്ങിയിട്ടുണ്ട്. 200 രൂപയ്ക്ക് സാധനം വാങ്ങി നമ്മൾ. ബൈ. ഓക്കെ, നമ്മളിത് ഓരോ സാധനം വെച്ച് ഓർഡർ ചെയ്ത് ഇപ്പോൾ വെറും നമ്മുടെ 500 രൂപ. ഇത് പൊന്നിയേച്ചി 8 രൂപയ്ക്ക് സാധനമോ? നമുക്ക് സ്പീഡപ്പ് ആക്കിട്ടെ. ഇതിനകത്ത് തന്നെ സംഭവം തന്നെ. ഇത് മറ്റേ ചീസല്ലേ? അല്ലല്ലോ, ഇത് മറ്റേ സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അടുത്തത് സ്പീഡപ്പ്. 2 നമ്മുടെ സീരിയൽ എങ്ങനെയാണ് പറയുന്നത്? സീരിയൽ എവിടെ ഇരിക്കട്ടെ. അതിന് 5 രൂപയേ ഉള്ളൂ. അതിൻ്റെ പൊന്നിയായിട്ട് ടു എക്സ്പെൻസീവ് ഒന്നും അല്ല. ഇതാ സീരിയലല്ലേ, ഇതെടുക്കാം. ബ്രേക്ക് വന്നു ഗൈസ്. ഇതും സീരിയലാണ്. ഇത് നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, നമുക്കിപ്പോൾ സ്പേസ് അത്ര പോരാത്തോണ്ട് ത്രോ. അടുത്തത് മാവ് ഫ്ലോവർ. ഇതിൻ്റെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഇരിക്കട്ടെ. ഡിസ്പ്ലേ ഫുള്ള് ഇവിടോട്ട് വെക്കാം. അത് ഇതാണല്ലോ. ഇപ്പോൾ എത്ര? 680. അത്ര ഉള്ളൂ. നമുക്ക് സാധനം ഇല്ലെങ്കിലേ കാര്യം വന്നിട്ട് ടു എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇച്ചിരി സാധനം ഇരിക്കുന്നത് നല്ലത്. ഇവിടെയും കൂടെ വെച്ചേക്കാം. ഇവിടെയും കൂടെ ഇരിക്കട്ടെ. അയ്യോ, അവിടെ വെക്ക്. എടുക്കാനല്ല, ഞാൻ കയറി എടുത്തോണ്ട് വരും. അതൊക്കെ സ്റ്റോർ അവിടെ. ഇപ്പോൾ 600. ചിലവരൊക്കെ നല്ല പൈസക്ക് വാങ്ങിക്കുന്നുണ്ട്, ചിലവരൊന്നും കുറച്ച് പൈസയ്ക്ക് എല്ലാം വാങ്ങിച്ചിട്ട് പോകും ഗൈസ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടകാലം. നമ്മളൊരു നാൾ നമ്മുടെ നല്ല പൈസ വരും ഗൈസ്. അപ്പം കാണാം. അതെപ്പോഴാന്ന് പോലും എനിക്കറിയത്തില്ല. എന്നെങ്കിലും വരും ഗൈസ്. ഇവിടെ വെക്കാം. ബാക്കി അത്ര വരെ ഉള്ളൂ. ഈ 2 ഐറ്റം ഉണ്ട്. വെക്ക്. ഒരു സാധനം കളയാൻ പാടില്ല. എല്ലാത്തിനും ഭയങ്കര വില കൂടുതലാണ്. ഇത്രോ ഇതന്നെ പാസ്തക്കൊക്കെ നല്ല പൈസയാണ്. 715. എന്നാൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇവന് ഇച്ചിരി നേരത്തേക്കും കൂടെ ഉള്ളൂ. ഈ ചേട്ടൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് നോക്കട്ടെ. 54 രൂപ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്തൊരു കിഡിലെ എപ്പിസോഡുമായിട്ട് വരുന്നത്. ഇതന്നെ ആരോ കൊണ്ട് ഇട്ടിട്ട് പോയതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ